ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ഇതിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സീരിയസ് ആയ ഒരു വിഷയമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അഭിനയത്തിന്റെ കാര്യം പറയുകയും നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ള പിന്നെ പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച നടൻ, ഇതിലെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മേക്കിങ്ങിലെല്ലാം നല്ലൊരു വ്യത്യസ്തത പ്രവർത്തിക്കുന്നുണ്ട്. സെന്റിമെന്റ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാനുണ്ട്. വലിയൊരു വിഷയമാണ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഫോർ മലയാളീസ്. നല്ല അടിപൊളി തിയേറ്ററിൽ തന്നെ കാണണം. ബിജു സാർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിനേട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ സൂപ്പറായിട്ട് ധ്യാനായിട്ട് എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. ഇതിലൊരു നല്ല മെസ്സേജ് ഉണ്ട്. അടിപൊളി മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി, സെക്കൻഡ് ഹാഫ് നല്ല ഡീപ്പായിട്ട് മെസ്സേജുമാണ്. സൂപ്പർ മൂവി, എല്ലാവരും കാണണം. അതേയല്ല കോമഡി ഉണ്ടാക്കി പോണ ഒരു സെക്കൻഡ് ഹാഫാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് എത്തിയപ്പോ ഒരു ഇമോഷണൽ അത് മോട്ടിവേഷൻ തന്നെ രീതിയിലൊക്കെ അതായത് പിന്നെ പിന്നെ ഇൻഫർമേഷനൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും രസമായിട്ട് വന്നിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവർക്കും ഇല്ല. പിന്നെ നിമ്പോളുടെ നല്ല ഗംഭീരമായ പെർഫോമൻസ് എന്തായാലും തീരുമാനമായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നിമ്പോളുടെ കയ്യിലാണ്. അത് സെക്കൻഡ് ഹാഫില് എന്താ പറയാ ആടുജീവിതം പോലെ ആടുജീവിതത്തില് നജീബിന്റെ ഒരു എൻട്രി പോലെ എനിക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെ ഫ്ലോ ആയിരിക്കാവും ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നല്ല. എങ്ങനെയായിരുന്നു ആടുജീവിതം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മലയാള ഇന്ത്യ കാണിക്കുന്നത്. അത് സെക്കൻഡ് ഹാഫിലെ കോമഡി തുടർന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോ നിമ്പോളുടെ പ്രകടനത്തിൽ അതായത് ആത്മീയറിവ് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ നൽകി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം. കോമഡി സെറ്റിംഗ്സ് എല്ലാം ഉണ്ട്. ജനഗണമന പോലെ പൊളിറ്റിക്കൽ ഡിസ്കസ് ചെയ്യുന്നു. എന്തായാലും ഞാൻ ഫസ്റ്റ് ഹാഫിലേ മെയിൻലി ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിൽ സെന്റിമെന്റ്സ് എല്ലാം മനസ്സിലാവും. രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് ജനഗണമന. ബിജു അഭിനയിക്കുന്നുണ്ട്. പിന്നെ എൻസോരാണ് ഇതിന്റെ ശക്തമായി തിരിച്ചറിഞ്ഞു. എല്ലാം കൊണ്ടും ഇതൊന്ന് മെസ്സേജും ഉണ്ട്, ഒപ്പം എന്റർടൈൻമെന്റ്. സാധാരണ എന്റർടൈൻമെന്റ് മാത്രമല്ല, മെസ്സേജും ഉണ്ട്, ഒപ്പം ലാഗും അടിക്കും. എൻസോരാണ് ഇതിന്റെ ശക്തമായി തിരിച്ചറിഞ്ഞു. കോമഡി ആയാലും ഇമോഷണലായാലും സ്ട്രോങ് ആയിട്ട് ഏരിയ അത് നന്നായി. സോ ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ബട്ട് നോട്ട് ദ ബെസ്റ്റ് ഫ്രം ദം, ബട്ട് ഇറ്റ്സ് എ ഗുഡ്. പിന്നെ എടുത്തോടെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ നിർമ്മിക്കുക എന്നുള്ള നിർമ്മാതാവിനെ കുറിച്ചാണ്. നമ്മുടെ ക്രിസ്ത്യൻ സ്റ്റീഫന്റെ മികച്ച നിർമ്മാണം സിനിമയ്ക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് സിനിമയ്ക്ക്. കാരണം ഓരോ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞു പോകുന്നത് വ്യത്യസ്ത പറഞ്ഞൊരു ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പൊ ബഡ്ജറ്റുള്ള സിനിമ ഒരിക്കലും കഴിയുന്നപ്പോൾ ഈ പുള്ളി എന്ന അഭിനയ ജീവിതത്തിലെ വ്യത്യസ്ത നിറഞ്ഞുള്ള അഭിനയം വിരുദ്ധ തന്നെയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തിയേറ്റർ ഒന്ന് കാണേണ്ട സിനിമ. ഒരു മനുഷ്യനെയും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ആകരുത് എന്ന് കാണിക്കുന്ന ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ ചിത്രത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി എല്ലാം മനുഷ്യരെ തന്നെയാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ഗംഭീര സിനിമ കാണാൻ സാധിച്ചു. ഗംഭീരം എന്ന് പറയല്ല, അതിലും ഗംഭീരമാണ് സിനിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനഗണമനയ്ക്ക് ശേഷം ഒരു മൂവി ഇദ്ദേഹത്തിന്റെ ഇത്രയും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവി കാണാൻ സാധിച്ചു. ഇതിനകത്ത് നിവിൻ പോളിക്കാണെങ്കിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തേക്കാളും നമുക്ക് ഈ സിനിമയിലുള്ള വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലത്തെ വേഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സലീം കുമാറായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം ആ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് നിന്റെ മോൻ രാജ്യസ്നേഹിയാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും കൈയടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങോട്ടാണ് സിനിമ പോകണമെന്നൊരു ലക്ഷ്യമില്ലാണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിലേക്ക് പോകുന്നു. അവിടെ കുറെ കാര്യങ്ങൾ ഏറ്റവും അവസാനം കണ്ണീരിലാർത്തുന്ന കരഞ്ഞു പോകുന്ന കുറെ സീൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം സംവിധാനം തുറന്നു കാണിച്ചു. രാഷ്ട്രീയം എല്ലാവർക്കും കാണിക്കാൻ പേടി ഉണ്ടാവും. പക്ഷെ ഇത് അദ്ദേഹം തുറന്നു കാണിച്ചു. അതിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. ഇനിയെങ്കിലും മലയാളികൾ പഠിക്കട്ടെ. പിന്നെ കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ച കുറെ ദുരന്തങ്ങളൊക്കെ ഉണ്ട്. അത് ഈ സിനിമയിലൂടെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നും. അതിലെ മലയാളികൾ മറന്നുപോയി കേട്ടോ. എന്നാലും ഒരു കാര്യം പറയാണ്, എവിടെ ചെന്നാലും നമുക്ക് അന്തസ്സോടെ പറയാം നമ്മളെ മലയാളിയാണെന്ന് പറയാം. എവിടെയും പറയാം നമ്മളെ മലയാളി.